അങ്ങനെ 3 അറ്റ്ലസിന്റെ പുതിയ ഡാറ്റകൾ പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നാസയുടെ തന്നെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലത്തെ ഒരു സയന്റിസ്റ്റ് ആണ് ഈ പ്രാവശ്യത്തെ ഡാറ്റ അനലൈസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണെങ്കിൽ കുറച്ച് എക്സ്ട്രീമാണ്. 3 അറ്റ്ലസിനെ നമ്മൾ എന്ന് ഡിറ്റക്ട് ചെയ്തോ അന്ന് മുതലേ ഇതിന് ചുറ്റും ഔട്ട് ഗ്യാസിംഗ് എന്നുള്ളൊരു സംഭവം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഇതിന് ചുറ്റും ഒരു പുക പോലത്തെ സംഭവം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഔട്ട് ഗ്യാസിംഗിന്റെ ഒരു കൂടപ്പിറപ്പ് തന്നെയാണ് നോൺ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ. ഇതുവരെ നമ്മൾ ഡിറ്റക്ട് ചെയ്തേക്കുന്ന എല്ലാ കോമറ്റിലും ഈ പറയുന്ന ഔട്ട് ഗ്യാസിംഗ് ഉണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ നോൺ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഇത് സംഭവിക്കാൻ കാരണം ഒരു ടിപ്പിക്കൽ കോമ്പറ്റിന്റെ സർഫസിൽ ഒരു ഐസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു സംഭവം നമ്മുടെ സൂര്യനടുത്തേക്ക് എത്തുമ്പോൾ സൂര്യന് ചൂട് കാരണം ഈ ഐസ് എല്ലാം സബ്ലിമേറ്റ് ചെയ്തിട്ട് വേപ്പർ ആയിട്ട് മാറും. അപ്പോൾ ഈ വേപ്പർ എല്ലാം ഒരു റോക്കറ്റിന്റെ ത്രസ്റ്റർ പോലെ ആക്ട് ചെയ്തിട്ട് ഈ കോമറ്റിന്റെ ട്രജക്ടറിനെ ചെറുതായിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്യും. ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ നോൺ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇതിനു മുമ്പേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രക്രിയയെ നോൺ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ എന്ന് വിളിക്കാൻ കാരണം ഇവിടെ ഗ്രാവിറ്റി കൊണ്ടല്ല ഈ ഒരു ആക്സിലറേഷൻ ഉണ്ടാവുന്നത്, നേരെ മറിച്ച് ഈ കോമറ്റിന് ചുറ്റുമുള്ള ഐസ് സബ്ലിമേറ്റ് ചെയ്തിട്ട് അതുമൂലം ഉണ്ടാവുന്ന ആ ഒരു ട്രജക്ടറി ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ്. പക്ഷെ 3 അറ്റ്ലസിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നോൺ ഗ്രാവിറ്റേഷൻ ആക്സിലറേഷൻ നമ്മൾ ഇതുവരെ ഡിറ്റക്ട് ചെയ്തിട്ടില്ല. പക്ഷേ 3 അറ്റ്ലസ് സൂര്യന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ, അതായത് സൂര്യന്റെ പെരിഹീലിൽ എത്താറായപ്പോഴാണ് 3 അറ്റ്ലസും ചെറിയ രീതിയിൽ നോൺ ഗ്രാവിറ്റേഷൻ ആക്സിലറേഷൻ കാണിച്ചു തുടങ്ങിയത്. അതായത് 3 അറ്റ്ലസിന്റെ ചുറ്റിപ്പറ്റി ഒരുപാട് നിഗൂഢതകൾ ഉണ്ടെങ്കിലും അവിടുത്തെ ഏറ്റവും വലിയ നിഗൂഢത എന്ന് പറയുന്നത് ഈ എൻജി ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ 3 അറ്റ്ലസ് സൂര്യന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ആവട്ടെ ഇത് സാധാരണ ഒരു കോമറ്റിന്റെ ബിഹേവിയർ ഒക്കെ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ 3 അറ്റ്ലസിനെ പറ്റി ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്ന മിക്ക ആൾക്കാർക്കും ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ വേറെ കുറെ ഡാറ്റകൾ പുറത്തേക്ക് വന്നപ്പോഴാണ് അവരുടെ സമാധാനം പിന്നെയും പോയത്. ഒരു ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റ് സോളാർ ടെറസ്ട്രിയൽ റിലേഷൻസ് ഒബ്സർവേറ്ററി, പിന്നെ സോളാർ ആൻഡ് ഹീലിയോസ്ഫിയറിക് ഒബ്സർവേറ്ററി, പിന്നെ നമ്മൾ കഴിഞ്ഞ 3 അറ്റ്ലസിന്റെ വീഡിയോ ഡിസ്കസ് ചെയ്ത ആ ഒരു സൂര്യന്റെ അനോമലീസ് കാണിക്കുന്ന ആ ഒരു സംഭവം ക്യാപ്ചർ ചെയ്ത ആ ഒരു ടെലിസ്കോപ്പ്, അതായത് ഗോസ് 9 എന്ന് പറയുന്ന ആ ഒരു വെതർ സാറ്റലൈറ്റ്, ഈ 3 ഒബ്സർവേറ്ററി ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു സംഭവത്തെ അനലൈസ്, അത് 3 അറ്റ്ലസിനെ അനലൈസ് ചെയ്തപ്പോഴാണ് ഈ ഒരു സംഭവത്തിന്റെ കളർ മാറിയിട്ടുണ്ട്. സൂര്യനും 3 അറ്റ്ലസുമായിട്ടുള്ള ഏറ്റവും ക്ലോസസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള പെരിഹീലിന് എത്തിയപ്പോഴാവട്ടെ ഈ ഒരു സംഭവത്തിന്റെ കളർ നീല കളറായിട്ട് മാറുകയും അതോടൊപ്പം തന്നെ 3 അറ്റ്ലസ് സൂപ്പർ ബ്രൈറ്റ് ആവുകയും ചെയ്തു. സയന്റിസ്റ്റുമാരി കണ്ടുപിടിച്ചേക്കുന്ന ഡിസ്കവറിക്ക് വേറൊരു കുഴപ്പമുണ്ട്, അത് ഞാൻ ഈ വീഡിയോ അവസാനം പറയാം. നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലത്തെ സയന്റിസ്റ്റുമാരുടെ അനാലിസിസ് അനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ 3 അറ്റ്ലസിന്റെ നോൺ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ മൂലം ഉണ്ടാവുന്ന ഡീവിയേഷൻ എന്ന് പറയുന്നത് 135 കിലോമീറ്റേഴ്സ് പെർ ഡേ സ്ക്വയർ ആണ്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഓരോ 24 മണിക്കൂർ ഇടവിട്ട് 3 അറ്റ്ലസിന്റെ ഒറിജിനൽ പാത്തിൽ നിന്ന് 135 കിലോമീറ്റർ ഡീവിയേഷനിലൂടെയാണ് 3 അറ്റ്ലസ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂർ കൊണ്ട് 135 കിലോമീറ്റർ ഡീവിയേഷൻ, അത് ചെറിയൊരു വാല്യൂ ആയിട്ട് നമുക്ക് തോന്നും. കാരണം സ്പേസിൽ 135 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ചെറിയൊരു വാല്യൂ ആണ്. 135 കിലോമീറ്റർ ഡീവിയേഷൻ 3 അറ്റ്ലസ് ഉണ്ടാക്കിയിരിക്കുന്നത് നോൺ ഗ്രാവിറ്റേഷൻ ആക്സിലറേഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ 3 അറ്റ്ലസിന് ഈ ഒരു ഡീവിയേഷൻ ഉണ്ടാക്കാൻ വേണ്ട ഫോഴ്സ് എന്തോരം ഉണ്ടെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പോഴേ പറയാം, അത് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോകും. ഇപ്പോഴത്തെ നമ്മുടെ എസ്റ്റിമേറ്റ് അനുസരിച്ച് 3 അറ്റ്ലസിന്റെ മാസ് എന്ന് പറയുന്നത് 33 ബില്യൺ ടൺസ് ആണ്. അതായത് 3.3 × 10⁻13 കിലോഗ്രാംസ്, വളരെ കുറഞ്ഞു പോയി. ഇവിടുത്തെ ഡീവിയേഷൻ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 135 കിലോമീറ്റർ പെർ ഡേ സ്ക്വയർ ആണ്. ഈ വാല്യൂ നമ്മൾ കിലോമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്കുകയാണെങ്കിൽ 2 × 10⁻⁵ കിലോമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് മാറും. ഇതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഓരോ സെക്കൻഡും 0.00002 കിലോമീറ്റേഴ്സ് ആണ് 3 അറ്റ്ലസ് ഡീവിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ വളരെ ചെറിയൊരു വാല്യൂ ആണെന്നുള്ള കാര്യം കേട്ട് നിങ്ങൾ പെട്ടെന്ന് തള്ളിക്കറിയരുത്. കാരണം ഫോഴ്സിന്റെ ഫോർമുല എന്താണ്? ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. 3 അറ്റ്ലസിന്റെ മാസ് എന്താണ്? 33 ബില്യൺ ടൺസ് ആണ്. ഇവിടെ കിട്ടിയിരിക്കുന്ന ആക്സിലറേഷൻ എന്താണ്? 2 × 10⁻⁵ കിലോമീറ്റേഴ്സ് പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കിട്ടിയിരിക്കുന്നത്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6.6 × 10⁸ ന്യൂട്ടൺസ് എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. അതായത് ഓരോ സെക്കൻഡും 3 അറ്റ്ലസ് ഡീവിയേറ്റ് ചെയ്യുന്നത് 2 × 10⁻⁵ കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഇത്രയും ഡീവിയേഷൻ ഉണ്ടാക്കണമെങ്കിൽ 660 മില്യൺ ന്യൂട്ടൺസ് ഓഫ് ഫോഴ്സ് 3 അറ്റ്ലസ് പ്രൊഡ്യൂസ് ചെയ്യണം. മനുഷ്യരുണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും പവർഫുൾ റോക്കറ്റ്സിൽ ഒന്നാണ് സ്റ്റാർഷിപ്പ് എന്ന് പറയുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാവട്ടെ 73.5 മില്യൺ ന്യൂട്ടൺസ് ആണ്. ഇതിനേലും ഏകദേശം 10 ഇരട്ടി പവറോടെയാണ് 3 അറ്റ്ലസിന് ചുറ്റുമുള്ള ഔട്ട് ഗ്യാസിംഗ് കാരണം ഉണ്ടാവുന്ന ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്.
ഇങ്ങനെ ഒരു ഡീവിയേഷൻ നാച്ചുറലി 3 Atlasന് സംഭവിക്കണമെങ്കിൽ അതിന്റെ റീസൺ ഔട്ട് ഗ്യാസിംഗ് മാത്രമാണ്. ഈ ഔട്ട് ഗ്യാസിംഗ് ഉണ്ടാവാൻ കാരണം സബ്ലിമേഷൻ എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ആണ്. അപ്പോൾ JPL സയന്റിസ്റ്റുമാരുടെ അനാലിസിസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓരോ സെക്കൻഡും 3 Atlasന്റെ പുറത്തേക്ക് വിടുന്നത് 5 ലക്ഷം to 15 ലക്ഷം കിലോഗ്രാംസ് ഓഫ് മെറ്റീരിയൽസ് ആണ്. ഓരോ സെക്കൻഡിലും ഇത്ര അധികം മാസ് 3 Atlasന്റെ സർഫസ് ലോഡിംഗ് ഇജക്ട് ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം സൂര്യന്റെ അടുത്തുകൂടി ഇങ്ങനെ പാസ് ചെയ്ത് പെരിഹീലിയനിലെത്തി അവിടെ നിന്ന് പാസ് ചെയ്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു സമയത്ത് ഈ ഒരു സംഭവത്തിന് മിനിമം ഒരു 10% മാസ് എങ്കിലും കുറഞ്ഞിട്ടുണ്ടാവും. അതായത് 3 Atlas നമ്മൾ അവസാനമായിട്ട് ഒബ്സർവ് ചെയ്തപ്പോൾ ഒരു 100 കിലോ ആണെങ്കിൽ അത് സൂര്യന് ചുറ്റിക്കിനെ വരുമ്പോഴത്തേനും 90 കിലോ ആയിട്ട് മാറും. ഈ 10 കിലോ ആവട്ടെ സൂര്യന്റെ ചൂട് കാരണം സബ്ലിമേറ്റ് ചെയ്ത് പോയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഇവിടെയാണ് ഓമുഓമോ വളരെയധികം വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. ഓമുഓമോയ്ക്ക് ഈ പറയുന്ന പോലെ ഔട്ട് ഗ്യാസിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ NG എന്ന് പറയുന്ന സംഭവം നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. പക്ഷെ ഓമുഓമോയ്ക്ക് ഔട്ട് ഗ്യാസിംഗ് ഇല്ലാണ്ട് NG നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഔട്ട് ഗ്യാസിംഗ് ഇല്ലാണ്ട് എങ്ങനെയാണ് നോൺ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ ഉണ്ടാവുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോഴും ഓമുഓമോയെ മിസ്റ്റീരിയസ് ആയിട്ട് നിർത്തുന്നത്. 3 Atlasന്റെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അനോമലീസും കാര്യങ്ങളെല്ലാം പയ്യെ അൺറിവീൽ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് 3 Atlasന്റെ കളർ പയ്യെ ചേഞ്ച് ചെയ്യുന്നത്, വളരെയധികം ബ്രൈറ്റ് ആവുന്നത്. ഇപ്പോൾ ഇത് ശരിക്കും വളരെയധികം ബ്ലൂയിഷ് ആയിട്ടുള്ള ഒരു കളറാണ്. പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ ഈ ഒരു കളർ ചേഞ്ച് ഒബ്സർവ് ചെയ്ത ഒരു ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റ് തന്നെ പറയുന്നത് ബ്ലൂവർ ദാൻ ദ സൺ എന്നാണ്. അതായത് സൂര്യനേക്കാളും കൂടുതൽ ബ്രൈറ്റർ, കൂടുതൽ ഹോട്ടർ ആയിരിക്കുന്നതാണ് പറയുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഒരു കോമറ്റ് സൂര്യന്റെ സർഫസിനേലും കൂടുതൽ ഹോട്ടർ ആയിട്ട് നിൽക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്, എന്തുകൊണ്ടാണ് ഇത്ര അധികം ചൂട് 3 Atlasന് വന്നതെന്നുള്ളതിനെ പറ്റിയുള്ള ഡാറ്റാസ് ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഡാറ്റയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഓരോ ദിവസം മുന്നോട്ട് ചെല്ലും തോറും നമുക്ക് നമ്മുടെ പ്രപഞ്ചത്തെ പറ്റി ഒന്നും തന്നെ അറിയില്ല എന്നുള്ള ഒരു കാര്യം 3 Atlas തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ കാണാത്ത രീതിയിലുള്ള പ്രോപ്പർട്ടീസ് ആണ് 3 Atlas ഓരോ ദിവസം ചെല്ലും തോറും മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നാസ എന്തായാലും കൈവിട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന അടുത്ത ചാൻസ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവം ജൂപ്പിറ്ററിന്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ്. ഇനി അവിടെ വെച്ച് എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഇനി നോക്കി തന്നെ കാണാൻ പറ്റും. അത് അടുത്ത വർഷം മാർച്ചൊക്കെ ആകുമ്പോഴാണ് നമുക്കത് അറിയാൻ പറ്റുള്ളൂ. ഈ വർഷം നവംബർ മാസം പകുതിയോടെ തന്നെ 3 Atlasന് നമ്മുടെ ഭൂമിയിൽ നിന്ന് തന്നെ ഒബ്സർവ് ചെയ്യാനും പറ്റും, സ്റ്റഡി ചെയ്യാനും പറ്റും. അപ്പോൾ അതിൽ നിന്നുള്ള ഡാറ്റാസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ കാണാൻ പറ്റും. 3 Atlas എന്ന് പറയുന്ന ഈ ഒരു ഇൻഡസ്ട്രിയൽ ഒബ്ജക്റ്റ് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുകയും അത് നമ്മൾ എപ്പോൾ പോലും ഡിറ്റക്ട് ചെയ്ത് തുടങ്ങിയോ അപ്പം പോലും ഫുൾ ഓഫ് സർപ്രൈസസ് ആണ്. എല്ലാ ദിവസവും പുതിയ അനോമലീസ് ആണ് അൺപാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് കോൺസ്പിറസീസും ഒരുപാട് തിയറീസും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അതിനിടയ്ക്കാണ് നാസയുടെ ഷട്ട് ഡൗൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തെ ചുറ്റിപ്പറ്റിയുള്ള സ്പെക്കുലേഷൻ ഒക്കെ വളരെയധികം കൂടിയിട്ടുണ്ട്. 3 Atlas എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു കോമറ്റ് ആയതുകൊണ്ട് തന്നെ പല പുതിയ കാര്യങ്ങളാണ് ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക് വളരെയധികം രസകരമാണ് പഠിക്കാനും ഡിസ്കസ് ചെയ്യാനും. 3 Atlasനെ പറ്റി പുതിയ ഡാറ്റയോ സ്റ്റഡീസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എന്തായാലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. പിന്നെ കുറച്ച് പേരുടെ സംശയത്തിനുള്ള ഉത്തരം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് കാണാൻ ശ്രമിക്കാം. ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് വെറും ഒരു നാച്ചുറൽ കോമറ്റ് ആണോ അതോ ഒരു ഗവൺമെന്റ് കവറപ്പ് ആണോ? മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.